കാവേരി സത്യം പറഞ്ഞാൽ ഈ കാവേരിനെ എടുക്കാൻ പോയതല്ല ഞാൻ വേറൊരു ആനനെ കയറ്റാൻ വേണ്ടി ലോറി എടുത്ത് പോകുമ്പോഴാണ് വഴിയിൽ നമ്മളൊരു സുഹൃത്ത് നമ്മളെ അബി എന്ന് പറഞ്ഞൊരു ചെക്കുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ആന ഇങ്ങനെ കുറച്ച് ക്ഷീണത്തിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കുട്ടിയാനയുണ്ട്, നമുക്ക് രണ്ടിനെയും ഒന്ന് കാണില്ലെന്ന് ചോദിച്ചത്. ആനയാണിത്, പിന്നെന്തോ ആനച്ചോറ്, എന്താ കൊലച്ചോറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫാദറിനെ വിളിച്ച് കുറേ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ചോക്കോബാറിൻ്റെ ശീലം ഉണ്ടാക്കിയതാണ്. അത് നമ്മളെ പൈനാപ്പിൾ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ ആള് കീശിയിട്ട് പോരും. അങ്ങനെ ആ ഒരു വളവെത്തുമ്പോൾ ആള് കീശിന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ പിന്നെ എന്തായി, ആ വളവെത്തുമ്പോൾ ആള് നിൽക്കും. എന്നേ തൊയ് എല്ലാവർക്കും അറിയാം. കുതിരൻ്റെ കടി അത് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയോണ്ടേ നല്ല കിൻഡൽ കടി കിട്ടും. ഇതിൻ്റെ ചട്ടക്കാരെന്ന് പറഞ്ഞാൽ ഞാനാണ്. പണിക്കൂടെയാണ് ഞാൻ തന്നെ പോകണല്ലോ. പണി എന്ന് പറഞ്ഞാൽ പൈസക്കല്ല, ആന പണിക്ക് പോകേണ്ടത് നല്ലതാണ് ആനൻ്റെ ശരീരത്തിന്. ഇവളങ്ങനെയല്ല, കൂട്ടത്തിൽ നിന്ന് എന്താ ആന എന്നൊക്കെ ചോദിച്ചാൽ ആന കയറിക്കുന്നുണ്ട്, എന്താടാ വയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെറിയ പയ്യന്മാർ റോട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആന പിറ്റേസ് ആ പയ്യനെ കിട്ടിയാൽ പോകേണ്ട പോക്കിലൊന്ന് തട്ടാനൊക്കെ നോക്കും. ഞങ്ങൾ കയറാത്ത ഒരു അമ്പലമില്ല, ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെ അതുപോലെ പേരെടുത്ത എല്ലാ അമ്പലങ്ങളും പോയി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ അറിയാം, കമൻ്റൊക്കെ ഫുള്ള് ഇക്കാന്ന് നയിക്കാരം. അവിടെ അമ്പലങ്ങളിൽ നിന്നും നമ്മളെ ശിമിലിക്കാന്നാണ് വിളിക്കല്. വടക്കുന്നാഥനിൽ ഒന്ന് ഇത്ര കൂടുതൽ ആന നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ക്രൗഡ്, നമ്മളെത്രയും ആളുകൾ വാളിണ്ടത്. പിന്നെ ഓരോ അമ്മമാർ വന്ന് കരയാ നമ്മളെ കെട്ടിപ്പിടിക്കുകയൊക്കെ കാണുമ്പോൾ നമുക്ക് കാടേ കാടേ കാണാമേടേ മാടേ കൂടേ വേവോവേ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ സ്വന്തം കാവേരിയുടെ ഓണറായിട്ടുള്ള ഷിമിലിക്കയാണ്. ഷിമിലിക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തൊക്കെയാ? ഉഷാറാണ്. ഈ ഇപ്പം പൊതുവെ ഒരു ആന എന്ന് പറയുന്നത്, ആനേനെ വളർത്താൻ ഒരു കമ്പം വേണമെന്ന് പറയും പൊതുവെ ആൾക്കാർ. അപ്പൊ ഈ ആനക്കമ്പം എന്ന് പറയുന്ന ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആനക്കമ്പല്ല, നാക്കാലിക്കമ്പാണ്. അത് ഏത്, ഞാൻ പറഞ്ഞില്ലേ, ആന എന്നല്ല ഏത് ജീവിട്ടിയാലും വളർത്തും. അതായത് ഞാൻ ഇവിടെ അനുവദനീയമായ മൃഗങ്ങൾ വളർത്താൻ ഏതുമില്ല, ഒട്ടകം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ആനനോടുള്ള കമ്പം മൂത്ത് പോയി വാങ്ങിയതല്ല. എനിക്ക് എല്ലാ മൃഗങ്ങളെയും വളർത്താൻ താല്പര്യമാണ്. അത് ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പൊ മറ്റ് ജീവികളെ വളർത്തുന്ന പോലെ അല്ലല്ലോ, ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള ആളാണ്. അല്ല, അത് കുറെ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആന കൊണ്ടുവരികയാണെന്ന് പറഞ്ഞപ്പോ വീട്ടില് ഫാമിലിനെ വിളിച്ച് പേടിപ്പിക്കലും, പലരും പറഞ്ഞു ഇത് ഓൻ കുതിരയും ഒട്ടകവും പശുവൊക്കെ വളർത്തുണ്ടാവും, പക്ഷെ ആനയാണിത്, പിന്നെന്തോ ആനച്ചോറ്, എന്താ കൊലച്ചോറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫാദറിനെ വിളിച്ച് കുറെ പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫാദറിന് അറിയാം നമ്മള് ഇറങ്ങിയ വളർത്തുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു ആന കയ്യിലേക്ക് കിട്ടുമ്പോ ഇവളെ മെരുക്കിയെടുക്കാൻ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? അല്ല, അതായത് ഞാൻ പണി പഠിക്കേണ്ടത് ഇവളെ കാവേരിമലല്ല. നമ്മളെ ഫസ്റ്റ് ആന ഞാനും വേറൊരാളും കൂടിയിട്ടൊരു കൊമ്പനാന പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ആനയാണ് കൊണ്ടുവരേണ്ടത്. അന്ന് നമുക്ക് ഇതിനൊരു ABCD അറിയില്ല, ആന എന്താണെന്ന് അറിയില്ല. മറ്റു ജീവികൾ ഞാൻ പശു ആടിനെ പോലെ രാവിലെ ചെല്ലും, അവര് നീച്ചിട്ട് ചെല്ലും, വെള്ളം കൊടുക്കാൻ പോകും. അങ്ങനെ 2-3 പ്രാവശ്യം ആനയുടെ നിങ്ങൾക്ക് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ കൈയൊക്കെ മുറിച്ചു ആന. അങ്ങനെ ഇതിൻ്റെ കൂടെ അവര് അന്നത്തെ ചട്ടക്കാരെ കൂടെ നിന്ന് ആണ് പണി പഠിക്കുന്നത്. കാവേരിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ എത്ര സമയം എടുത്തു? ഇല്ല, കാവേരിനെ സംബന്ധിച്ചിടത്തോളം കാവേരി പെട്ടെന്നായി. മറ്റേ ആനയാണ് എനിക്ക് സംശയം കുറച്ച് ടൈം എടുത്തത്. പാർത്ഥസാരഥി. ഇവള് നമ്മളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പാർത്ഥസാരഥി എന്നെ 3 പ്രാവശ്യം അടിച്ചിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒന്ന് വേണമെങ്കിൽ ബാക്ക് ഓഫ് ചെയ്യാവുന്ന സാഹചര്യമാണല്ലോ ഈ ഇഞ്ചുറി ഉണ്ടാക്കാന്ന് പറയുന്നത്. അല്ല, അത് അന്ന് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആനന്റെ തെറ്റല്ല. ആനക്ക്, അതായത് ആ പാർത്ഥസാരഥി കൊണ്ടുവരുമ്പോ ആന കുറെ കാലമായിട്ട് മതപ്പാടില്ലാത്തൊരു ആനയായിരുന്നു, ശരീരമൊന്നും ഇല്ലാതെ ക്ഷീണിച്ചിരിക്കണ്ടേ. ഇവിടെ വന്ന് ശരീരമൊക്കെ കയറി മതപ്പാട് വരുമ്പോഴാണ് എനിക്ക് കിട്ടിയ അടിയൊക്കെ. അപ്പൊ നമുക്കിത് അറിയില്ല. നമ്മൾ എന്നും നോർമൽ കയറി ചെല്ലേണ്ട മാതിരി കയറി ചെല്ലും. ഇവരെ മൂടും മട്ടും ഭാവമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെല്ലണം. ആന നമ്മൾ അറിയാതെ ചെയ്യേണ്ടതാണ്, അല്ല ബോധത്തോടെ ചെയ്യേണ്ടതല്ല. അതുപോലെ രാവിലെ ആനക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഈ മതപ്പാടിന് ലേഹം കൊടുക്കണം. അപ്പൊ ഞാനിത് വിളിക്കാതെയും പറയാതെയും കയറി ചെല്ലും. അങ്ങനെയൊക്കെ കിട്ടിയതാണ്. കാവേരിനെ എങ്ങനെ ശരിക്കും കിട്ടുന്നത്?
കാവേരി സത്യം പറഞ്ഞാൽ ഈ കാവേരിനെ എടുക്കാൻ പോയതല്ല ഞാൻ വേറൊരു ആനനെ കയറ്റാൻ വേണ്ടി ലോറി എടുത്ത് പോകുമ്പോഴാണ് വഴിയിൽ നമ്മളൊരു സുഹൃത്ത് നമ്മളെ അബി എന്ന് പറഞ്ഞൊരു ചെക്കുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ആന ഇങ്ങനെ കുറച്ച് ക്ഷീണത്തിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കുട്ടിയാനയുണ്ട്, നമുക്ക് രണ്ടിനെയും ഒന്ന് കാണില്ലെന്ന് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. എനിക്കിതിനെ കണ്ടപ്പോൾ ഞാനൊന്നതിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ആന നിൽക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ ചന്തക്കൊക്കെ പശു ആടൊക്കെ വരുന്നത് ശോഷിച്ച് വരുന്നത് കാണില്ല, അത് ആനയെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മുടെ കയ്യിലൊരു ആന ഉണ്ടല്ലോ. അന്ന് ആന ഉണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അതായത് ഞാൻ ഈ പാർത്ഥസാരഥി എടുക്കുമ്പോൾ അത് അത്യാവശ്യം മോശമാണ്. അപ്പോൾ അതിലും മോശം ഇതിങ്ങോട്ട് മറിച്ചിട്ട വീയും അത്ര കണ്ടീഷൻ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് എന്താ ഇങ്ങനെ, ഞാൻ കൊടുക്കൂല, ഓൽക്ക് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്തോളാം ഉള്ള. അതിൽ ഇവരൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചു ഞാൻ തമാശ പറയണമെന്നാണ്. അങ്ങനെ ഞാൻ അവരായിട്ട് സംസാരിച്ചു. ആദ്യം കുറേ ബഹളമൊക്കെ ഉണ്ടായി. അനിയൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവരാൻ പറ്റൂല, കുയ്യ് കുത്തേണ്ടി വരും കുഴിച്ചിടാൻ. അത് വേറെ ഒന്നല്ല, മുമ്പത്തെ ആൾക്കാരുടെ പ്രശ്നമൊന്നുമല്ല, ഒന്ന് ആളെ സ്വഭാവം ഇച്ചിരി പ്രശ്നമാണ്. ഒന്നല്ല, ആള് പെട്ടെന്ന് പിണങ്ങി പോവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആള് വാശി കുറച്ച് കൂടുതലാണ്. അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആളിഷ്ടപ്പെടാത്ത ചിലപ്പോൾ ആളുണ്ടോയെന്ന് നോക്കില്ല, അപ്പോൾ അടിച്ചിടുക, തട്ടുക, തൊയ്യ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആളെ സ്വഭാവം കൊണ്ട് കുറച്ച് ഭക്ഷണം കിട്ടാതാവും. എന്തായിരുന്നു ശരിക്കും കാവേരിക്ക് അന്ന് അസുഖം എന്തായിരുന്നു? ഞാൻ ഏത് ജീവിയായാലും ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലഡ് ടെസ്റ്റും ഫുള്ള് ടെസ്റ്റ് എടുക്കും. അന്ന് എടുക്കുമ്പോൾ ഒന്ന് ഭക്ഷണം വെള്ളം മതിയായിക്ക് കിട്ടാത്തൊരു വിഷയവും, പിന്നെ അന്ന് നോക്കുമ്പോൾ കിഡ്നിക്ക് ഒരു ചെറിയ വിഷയമുണ്ട്, കിഡ്നി വീക്കാണ്. അപ്പോൾ അതിനുള്ള ഇതെടുത്തു. ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ബ്ലഡ് എടുക്കുമ്പോൾ ബ്ലഡ് കിട്ടണില്ല, ആനക്ക് ബ്ലഡ് കുറവാണ്. അവിടുന്ന് 3 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാന്ന് നോക്കി എടുക്കുമ്പോൾ ബ്ലഡ് അത്യാവശ്യത്തിലേറായി, സെറ്റപ്പായി. പക്ഷെ ആന നമ്മളെ പാർത്തനും വന്ന് കുറേ ടൈം എടുത്തു നന്നായി വരാം. പക്ഷെ ഇവള് ഡെയിലി നമുക്കിങ്ങനെ കാണാം ആന ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാസമായപ്പോൾ തന്നെ ആന കയറി നിന്നു, പല മാറ്റങ്ങൾ വന്നു. പിന്നെ വരുമ്പോൾ 2-3 മുറിവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇവിടെ വന്നതിന് ശേഷമുള്ള കാവേരിന്റെ സ്വഭാവത്തിലുള്ള മാറ്റം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, അന്ന് ചട്ടക്കാര് പാപ്പന്മാർ കൂടെ ഉണ്ടെങ്കിലും ആന ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അതിൽ വലിയൊരു മാറ്റം തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളപ്പോൾ ആന ഒന്നും ചെയ്യില്ല. അതായത് നമ്മൾ അന്ന് ഈ ശരീരം ഇല്ലാത്ത കാലത്ത് 2 പാപ്പന്മാർ അപ്പുറം നിൽക്കുമ്പോൾ നമ്മളവിടെ മാനേജർ ചെക്കൻ എന്തോ പറഞ്ഞ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവനെ അടിച്ചിട്ടു. 2 പാപ്പന്മാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തോ ആ കാര്യങ്ങളൊക്കെ മാറിയ ആള്. ഇത് ഞാൻ ഇല്ലപ്പോൾ നമ്മളില്ലാത്തപ്പോഴുള്ള അഭ്യാസങ്ങളേ ഉള്ളൂ. ഞാനേ ഇപ്പോൾ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ ഇക്ക ഒരു വീഡിയോ ഉണ്ട്, രാത്രി കിടന്നു പറയുന്നത് CCTV ഫുട്ടേജാ, ഒരു 1.5 മിനിറ്റ് ഒരു വീഡിയോ. ഒരു സാധാരണക്കാരൻ എന്നുള്ള എനിക്ക് ഭയങ്കര അത്ഭുതം, കാരണം കാലിന്റെ ചൂട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ആ കോൺഫിഡൻസ് എങ്ങനെയാ ശരിക്കും? അതിന്റെ കേസ് എന്താ വെച്ചാല്, അത് സത്യം പറഞ്ഞാൽ ഉറക്കെ അതിന്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതെന്താ വെച്ചാല്, ആൾക്ക് വയറിന് എന്തെങ്കിലും വിഷയം വന്നാൽ ആൾക്ക് ഭയങ്കര ദേഷ്യ. അങ്ങനെ അന്ന് വയറിന് എന്തോ വിഷയം ഉണ്ടായിട്ട് ഞാൻ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കുമ്പോൾ ആൾക്ക് വേറെ വിഷയമുണ്ട്. ഫസ്റ്റത്തെ 2-3 പ്രാവശ്യം കഴിക്കും, 3ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ വായിൽ വെച്ച് നിൽക്കും. അപ്പോൾ ആള് എന്ത് ചെയ്യും, വായിൽ വെച്ച് നിന്നിട്ട് നമ്മൾ പോയിട്ട് തുപ്പുള്ളൂ. അന്ന് ഇത് വായിൽ വെച്ചിരുന്നപ്പോൾ ഞാനും കുറേ കളിച്ചപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു, അടിച്ചു. ആൾക്ക് വേറെ ഒന്നുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാശിയാ. പിന്നെ ഇനിയിപ്പോൾ അടിച്ചോന്നൊക്കെ പറഞ്ഞാൽ കൈയൊക്കെ തരും, മാറും. പിന്നെ പേടിച്ച് മാറുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വെറുതെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ വേദന ആയാൽ എന്നെ അടിച്ചോന്നൊക്കെ പറയും. അപ്പോൾ ആളെ ലക്ഷ്യം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് തുപ്പ, അതാണ് പ്ലാന്. പിടിച്ചു വെച്ചിരിക്കുക. പിടിച്ചിങ്ങനെ വായിൽ വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൈനാപ്പിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കൊടുക്കുക. ഞാൻ അതിലെന്ത് ചെയ്തു, ഒരു പായെടുത്ത് വന്ന് അവിടെ ഇരുന്ന് കാണും. ഞാൻ ഇത് തുപ്പണൊന്ന് കാണട്ടെ എന്നുള്ളതിലേക്ക് ഞാൻ അവിടെ ഒന്ന് കിടന്നു, ഉറങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു 10:30 മണിക്കാണ് ഞാൻ കിടക്കേണ്ടത്. ഒരു 12 മണിയായപ്പോൾ അന്നിൻ്റെ കസിൻ എന്തോ അന്നെന്തോലോടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ അവൻ വന്നിട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ നീക്കുന്നത്. അപ്പോൾ നീച്ചപ്പോഴും വായിലുണ്ട്, തുപ്പിയിട്ടില്ല. അപ്പോൾ ഇവനോട് ചോദിച്ചു എന്താ ഇവിടെ കിടക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കേസ്. അതിൽ ഞാൻ വെറുതെ 36 മക്കളതൊന്ന് കഴിക്ക് ആ പറഞ്ഞോട് കൂടി ആള് കഴിച്ച്. ആക്കും പിന്നെ ഇതായി നമ്മളിവിടെ കിടന്നതും. പിന്നെ ഞാൻ പോയാൽ ആൾക്ക് അതാ സമാധാനമുള്ളൂ. മറ്റേ നമ്മൾ നിലത്ത് കിടക്കുമ്പോൾ ആൾക്ക് ടെൻഷനാണ്, നമ്മളെ മേത്തേറ്റ് തട്ടുമോ സംഭവിക്കുമോ എന്നുള്ള. നോർമലി ഒരു ആനേന്റെ ശബ്ദം കേട്ടാൽ അതിന്റെ കൂടെയുള്ള ആൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ എങ്ങനെയാ അപ്പൊ ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയാള്, അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതായത് ആളുകളോട് ഇഷ്ടമില്ലെങ്കിൽ ചാടിക്കും,
ഞങ്ങൾക്ക് മനസ്സിലാവും, എനിക്കും വരും മനസ്സിലാവും. ആള് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആന എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ മുന്നത്തെ ലക്ഷണം എന്താ ഞങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ അത് നമ്മളെ കയ്യിൽ നിന്ന് 2-3 വട്ടം പോയിട്ടൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് നമ്മളെ കൈ വിടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്ന കാരണം കൊണ്ടാണ് ആന പോയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ചെയ്യാം. ഒരു ദിവസത്തെ കാവേരിന്റെ ഒരു ഭക്ഷണ രീതികൾ എങ്ങനെയാ? ആള് രാവിലെ ഒരു 5:30 മണി തൊട്ട് തുടങ്ങും. രാവിലെ അവൽക്ക് എന്തെങ്കിലും ഒരു ഈത്തപ്പഴം അങ്ങനത്തെ സെറ്റപ്പ്. അത് കഴിഞ്ഞ് പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല. പിന്നെ വൈകിട്ട് നടത്തം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കടയിൽ പോയാൽ ഒരു ചോക്കോബാർ, 2 ചോക്കോബാർ, ഒരു പൈനാപ്പിൾ. നേരെ വീട്ടിൽ വന്നിട്ട് 2 പാക്കറ്റ് ബിസ്ക്കറ്റ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അപ്പോൾ തന്നെ ഒരു 5:30 ടൈം ആവും ചോറ്. രാത്രി ചോറ് വൈകിട്ട് 5:30 മണിക്ക് ചോറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ട. പിന്നെ ഞാൻ രാത്രി 10:30 ഞാനൊന്ന് വരും. കൈ കിട്ടിയതിനു ശേഷം ഷമീൽ ഖാനെ കാവേരി പേടിപ്പിച്ച സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടിപ്പിച്ച സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആന പലരും നമ്മളെടുത്തപ്പോൾ പറഞ്ഞിരുന്നു ആൻ്റെ അടുത്ത് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ആന പലരും ഓടിക്കൊണ്ടും ഇതാക്കൊണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആന എന്താണെന്ന് കണ്ടത് ഞാൻ പട്ടാമ്പി നേർച്ചക്കാണ്. അതൊന്നുമല്ല, ഒരുത്തൻ വാലിൽ കയറി പിടിച്ചതാണ്. ആനക്ക് പിന്നെ അവിടെ നിന്നൊന്ന് അഭ്യാസം ഇറക്കണം. അപ്പോൾ ആന ഈ ടീമിനെ ഒത്ത സെന്ററിൽ നിന്ന് കിട്ടി. ആള് നമ്മളെ അതായത് ഇന്നെടുത്ത് മാറ്റി വെച്ചാണ് ആള് പോയി പിടിച്ചു. അത് കൂടെയുള്ള ഒരാള് കയറി ഇടപെട്ടു, അതാണ് പ്രശ്നമായത്. ഇതിപ്പോ ക്രൗഡിലൊക്കെ പോകുമ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് ആള് കൂടുന്ന. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം പറയാതെ പിന്നിന്ന് വന്ന് തോണ്ടുക. ഒന്നാമത് ഇവളെ വിഷയം എന്താ പറയുക, ഇവക്ക് കമന്റ് അടിച്ചാൽ വരെ മനസ്സിലാവും. ഇവക്ക് ആ കാര്യത്തിൽ നമ്മളെ പ്രാർത്ഥനാനൊക്കെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ആളുകൾ പുറത്തുനിന്ന് പറഞ്ഞാലും പോട്ടെ. ഇവളങ്ങനെയല്ല. നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് എന്താ ആന ഒക്കെ ചോദിച്ചാൽ ആന കയറിക്കും. അങ്ങോട്ട് എന്താടാ വയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചെറിയ പയ്യന്മാർ റോഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആന പിറ്റേസ് ആ പയ്യനെ കിട്ടിയ പോകേണ്ട പോക്കിലൊന്ന് തട്ടാനൊക്കെ നോക്കും. ഓർമ്മയുണ്ട്, നല്ല ഭയങ്കര ഓർമ്മ, ഒന്നും മറക്കൂല. ഈ ആനയൂട്ടിന് പോയപ്പോഴേ ഞാൻ വീഡിയോ കണ്ട സമയത്ത് എല്ലാം ഇപ്പൊ പലരും വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ആള് വാങ്ങിക്കൂല. അത് അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മള് വേണ്ടെന്ന് പറഞ്ഞ ആള് വാങ്ങൂല. അത് പിന്നെ അതിൽ മാറ്റണ്ട. അതെന്താ വെച്ചാല് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് എല്ലാ ഫുഡും ഡെയിലി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. കൂട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ ചോറ് ചിലപ്പോൾ വാങ്ങൂല, കാരണം ചോറ് ഇവിടെ വയറിറച്ച് കിട്ടുന്നുണ്ട്. അതേമാതിരി പൈനാപ്പിളും ചോക്കോബാർ എന്നും ഓക്കെ ഈ സാധനങ്ങളൊക്കെ സ്ഥിരമാണ് ഇവിടെ. അപ്പൊ ചിലപ്പോ ചെറിയ മൂടൊക്കെ മാറ്റേണ്ട ആള് ചിലപ്പോ ഒന്നും വാങ്ങുന്നില്ല. എല്ലാ ഫുഡും കഴിക്കാൻ പറ്റുമോ? അപ്പോ മധുരവും അങ്ങനത്തെ പ്രശ്നം എല്ലാം അതായത് ഒന്നും പരിധി വിടരുത്. ഒരു ചെറിയൊരു ഇതൊക്കെ നമ്മളൊരു ഇഷ്ടത്തിന് കൊടുക്കുകയാണല്ലോ, മധുരവും ബിസ്ക്കറ്റൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല്, ഇപ്പോ ആനയൂട്ടിന് പോകുന്നു, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു, ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ വീഡിയോന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്തേ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് പുറത്ത് കുറെ വർഗീയ ആൾക്കാർ പറയുന്നു, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോ അങ്ങനത്തെ സിറ്റുവേഷനോട് ഇക്ക് തോന്നുന്ന റെസ്പോൺസ് എന്താണ് ശരിക്കും? അതായത് ഫസ്റ്റ് ഞാൻ കൈകാര്യം ചെയ്യല് തുടങ്ങി. 2ാമത്തെ സീസണിൽ ഞങ്ങൾ കയറാത്ത ഒരു അമ്പലമില്ല. ഗുരുവായൂർ, ചോറ്റാനിക്കര, അങ്ങനെ അതുപോലെ പേരെടുത്ത എല്ലാ അമ്പലങ്ങളും പോയി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ അറിയാം, കമന്റ് ഒക്കെ ഫുള്ള് ഇക്കാന്ന് കാരണം അവിടെ അമ്പലങ്ങളിൽ നിന്നും നമ്മളെ മിലിക്കാന്നാ വിളിക്കുന്നത്. അപ്പൊ ഇത് അറിയാത്തവരിങ്ങനെ നോക്കൂ, ഇതിപ്പോ എന്താ സംഭവം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു മോശം അനുഭവം എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങള് ഒരുവിധം ഞങ്ങൾ എടുത്ത പരിപാടികളിലൊക്കെ തടമ്പ് നമുക്ക് തന്നെ ഈ ഫസ്റ്റ് ഇവിടെ എത്തുമ്പോ തിരിച്ചു പോരുമ്പോ വടക്കുന്നാഥ കൂട്ട് കഴിഞ്ഞപ്പോ ലാസ്റ്റ് പോരുമ്പോ വലിയൊരു കുറിയൊക്കെ ഇട്ട ഒരാള്, ഭയങ്കര കുറെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് വന്നാണ് അസ്സലാമു അലൈക്കും, ആ റേഞ്ചിലാ വരുന്നുണ്ട് മൂപ്പര്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആളുകൾ പുറത്തുനിന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സ്ഥലത്തുനിന്നും ഒരു പണിയില്ലാത്ത ആളുകള്. അതെ. പിന്നെ നമ്മളെ കാവേരിനെയും നമ്മളെയും ഇത്ര സെറ്റപ്പ് ആക്കി എടുത്തത് തൃശ്ശൂരാരാണ്. അവരാണ് ഇക്ക എന്നുള്ള ആ പേര് തന്നെ ഇട്ടത്, കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇക്ക എന്ന് പറയില്ല, മലപ്പുറത്തൊക്കെ കാക്ക എന്നാണ് പറയാ. അപ്പോ ഇക്കാന്റെ കാവേരി എന്നൊക്കെ ഉള്ളത് പോലെ തൃശ്ശൂരാരൊരു ഇഷ്ടമാണ്, സ്നേഹമാണ്. ഇപ്പൊ കാവേരിന്റെ കാര്യം പറയുമ്പോ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഉണ്ടായ ഒരു പ്രധാന ക്യാരക്ടർ ചേഞ്ച് എന്താണ്? സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ക്യാരക്ടർ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫസ്റ്റത്തെ ഭയങ്കര ഒരു മാറ്റം അതാണ്. ഇത് ഞാൻ കൂടെ ഉള്ളപ്പോൾ ആന ഒരു അഭ്യാസം ഇറക്കലില്ല, ആരെയും ഓടിക്കുക ചാടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ആന പുഴയിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് കയറൂല, അങ്ങനെ. ഞാനും ആനയും മണിക്കൂറുകളോളം പുഴയിൽ കളിക്കും. പിന്നെ അതുപോലെ
എല്ലായിടത്തും ഇരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഇരിക്കലുണ്ട്. അത് അതിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവരും പറഞ്ഞ മാതിരി നമ്മൾ വലിയ പാപ്പാനായിട്ടുള്ള ഇത് പറയല്ല. അത് ആനും ഞാനും അടുത്ത് കഴിഞ്ഞപ്പോൾ ആന ഇമോഷണൽ കണക്ഷൻ. അതെ. ഞാൻ പിന്നെന്താ വെച്ചാൽ ഞാൻ ആളെ വലിയ പാപ്പാനാണെന്നുള്ള നിലക്ക് കൊണ്ടു നടക്കലില്ല. ഞാനെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് എടുത്തു നോക്കിയാറിയാം, ഞാൻ എന്ത് പറയുമ്പോൾ ആളെ സോപ്പിട്ടിട്ടേ പറയുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യണേ അങ്ങട് മക്കളെ ഏത് മറ്റേ ദേഷ്യം വരുമ്പോൾ മാത്രമേ ഞാൻ ആനയെ നോളിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങട് മക്കളെ അല്ല അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പൊ ആളും തന്നെ കുഴപ്പമില്ല. ഒന്ന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടോ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത്? ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാല് പുറമക്കാരോണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല സ്ഥലത്തുനിന്നും അഭ്യാസം, അതായത് ആന ഞങ്ങൾ പിടിച്ചോട് നിന്നിട്ടുണ്ടെങ്കിലും ആന കാണിച്ചിട്ടുണ്ട്. ഏത് അതായത് അത് ദേഷ്യം വന്നു ആന ചെയ്യുന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായി എന്നല്ലാതെ ഞങ്ങളെ കവച്ചു വെച്ചൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കാവേരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പൊ ഭയങ്കര ഇക്കൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഫാൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ ആരാധകർ വന്നിട്ട്? അത് വലിയത് എടുത്ത് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇതാണ്, ഏത് വടക്കുനാഥനില് ഒന്ന് ഇത്ര കൂടുതൽ ആന നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ക്രൗഡ്, നമ്മളെത്ര ആളുകൾ വാളിണ്ടത്. പിന്നെ ഓരോ അമ്മമാര് വന്ന് കരയാ നമ്മളെ കെട്ടിപ്പിടിക്കൊക്കെ കാണുമ്പോ നമുക്ക് ചിലര് അവരെ മക്കളെക്കാൾ പവറാണ് നമുക്ക്. അവരെ മക്കൾ തന്നെ നമുക്ക് ചിലപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കും. അമ്മ അതായത് 60 വയസ്സ് 70 വയസ്സായ ആളെ മക്കളൊക്കെ അമ്മ ഉമ്മാനൊക്കെ കാണാൻ പോയിണ്ടായില്ലേ? അതെന്തായിരുന്നു സംഭവം? അത് നമ്മളൊരു ഫ്രണ്ടിന്റെ ഉമ്മയാണ്. 36ക്ക് പ്രായം കൊണ്ട് ഓർമ്മ ഇടക്ക് പോകും. പക്ഷെ ആക്ക് ഇന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എത്ര കണ്ടാലും ഓർമ്മ ഉണ്ടാവും. കാവേരി എന്ന് പറഞ്ഞാൽ അറിയാം. കാവേരി നമ്മളെ ആന അറിയും. സിമിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏത് സിമില്? അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ആള് ട്രാവലിങ്ങിനൊന്നും ബുദ്ധിമുട്ടുള്ള ആളാണ്. എന്തായി റെസ്പോൺസ് എന്തായിരുന്നു? ആള് ഭയങ്കര ഹാപ്പിയായി. ഈ ഫാൻസ് ഇപ്പൊ ഫ്രണ്ടിൽ ഒരു ബോർഡ് കണ്ടേ ഞാൻ, താൽക്കാലികമായിട്ട് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയണേ, എന്താ അതിന്റെ പിന്നിലെ? അതില് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, 36ക്ക് പുറമക്കാരോട് താല്പര്യമില്ല. അതായത് ആനക്ക് ചിലപ്പോ നമ്മളെ പ്രാർത്ഥനാനൊക്കെ നിങ്ങളൊരു 4 ദിവസം 5 ദിവസം ഭക്ഷണം കൊടുത്താല് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആളാണ് എന്നറിയാം. ഇവക്ക് അതൊന്നും ഇല്ല. ഇവക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാ, അവിടെ നിന്നും അല്ലാതെ ചുറ്റിത്തിരി നമ്മളെ 2-3 കൂടെ നിൽക്കേണ്ട പയ്യന്മാർക്ക് തന്നെ കിട്ടി. അപ്പൊ നമുക്കറിയാലോ. അപ്പൊ അത് അതിൽ വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ ചില ആളുകള് ഈ വീഡിയോ ഒന്ന് ചെങ്ങലില്ലാതെ നടക്കേണ്ട ആനയാണ്. അപ്പൊ ആളുകൾക്ക് വേറെ തെറ്റിദ്ധാരണ ഉണ്ട്, ഈ ചെങ്ങലില്ലാതെ നടക്കുമ്പോ ഈ ആന പാവാണ്. അത് എനിക്ക് ആനയോടുള്ള വിശ്വാസം, ആനക്ക് എന്നോടുള്ള വിശ്വാസമാണ്, അല്ലാതെ പുറമക്കാരോടുള്ളതായിട്ടല്ല. അപ്പൊ ഇവര് നമ്മളില്ലെങ്കിലും വീട്ടിൽ വന്ന് വെല്ലടിക്കും. അപ്പൊ വീട്ടിൽ നിന്ന് പറയാം അവനില്ല, പോലില്ലാതെ പോകാൻ പറ്റൂല എന്ന് പറയുമ്പോ അപ്പൊ ഇവര് പറയും ഞങ്ങൾ അവിടുന്ന് വന്ന അവിടുന്ന് ഞങ്ങൾ പോയിക്കോളാം, കുഴപ്പമില്ല, കാവേരി അല്ലേ. ഇവിടെ കാവേരി മാത്രല്ല, കാവേരിനെ പോലെ തന്നെ പ്രിയപ്പെട്ട കുറെ ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. നായ്ക്കളില് ഫസ്റ്റ് വന്ന ആളാണ് ഇപ്പം ബ്രൂണോ. അതിലിപ്പോ ഈ 20 നായ്ക്കളിൽ ഈ ബ്രൂണോ അതുപോലെ മേലെ ഒരു നായി മാത്രമേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഡോഗ്സൊക്കെ അഡോപ്ഷൻ വന്നതാണ്. ഇവര് ഈ ചെറിയ നായ്ക്കളെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ അനക്കം കിട്ടിയാൽ കുരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫ്ലാറ്റിലാകുമ്പോൾ അയൽവാസികൾക്കൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്ത് അങ്ങനെ പ്രശ്നമായപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് ഇവർ. ഇത് ലിയോ, ഇതും മറ്റേ ടൈഗറും ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ എത്തിയിട്ട്. അവരിതുപോലെ തന്നെ അതിൻ്റെ ഓണർക്ക് ജോലി തിരക്ക്. എന്നാണ് ലോട്ടു. ഈ വികൃതി ആയിക്കൊണ്ടോ, ഭയങ്കര വികൃതി ആയിക്കൊണ്ടു. എന്തുപോലെ വിളിച്ചിട്ട് വരുന്നില്ലേ നമ്മുടെ ഇവിടെ കാടിച്ചും. ഉണ്ടപ്പെട്ടി ചില്ലറക്കാരനല്ല, ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ്. ഉണ്ടൻ്റെ ഫ്രണ്ട് കാലിന് ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ആളുകൾക്ക് അതിനെ വിൽക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ തന്നാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ 6 കുതിരയുള്ളത്. അപ്പോൾ സാധാരണ എല്ലാവർക്കും കുതിരനെ തൊയ് മാത്രമേ അറിയുള്ളൂ. ഒരുവിധ ആൾക്കാർക്ക് ഇവിടെ ആര് വരുമ്പോൾ നേരെ കയ്യേറ്റ് ചെല്ലും. ഇതിലിപ്പോൾ ഈ 2 ആളല്ലാത്ത ഈ 4 ആളും കടിക്കും. കടി എന്ന് പറഞ്ഞാൽ അല്ല, കിൻഡൽ കടിയിട്ടു. കടിച്ച ഭാഗം അവർ തരൂല, അറിയാത്ത ആളുകളെ കടിക്കും. അപ്പോൾ അത് കുറേ ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് കുതിര കടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടിക്കുമെന്ന് പറയുമ്പോഴാണ് അവർ അങ്ങനെ കടിക്കുക. തൊയ് എല്ലാവർക്കും അറിയാം, കുതിരൻ്റെ കടി അത് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയോണ്ടേ നല്ല കിൻഡൽ കടി കിട്ടും. ഞങ്ങളന്ന് ടോട്ടൽ 10-20 കുതിര രാജസ്ഥാനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തന്നെ അവിടെ രാജസ്ഥാനിൽ പോയി നിന്ന് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കുതിരകളാണ്.
ഇവന് ഞങ്ങൾ റേസിന് പോകേണ്ട കുതിരയാണ് മജൂക്കി. ഇവന് കാവേരിനെ പോലെ തന്നെ എന്നോടല്ലാതെ വേറെ ആരോടും കമ്പനി കുറവാണ്. മജൂക്കി ഇതറ 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 ഇവിടെ വാ, ഇതറ ഇവിടെ വാ, ഇവിടെ വാ, ഒരു വന്ന് എന്നൊരു വന്ന് എന്നേ. ഇതാണ് ഇതാണ് ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 2.5 വയസ്സിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവരേണ്ടത്. അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവനെ കൊണ്ട് കുടുങ്ങും എന്ന് വിചാരിച്ചൊരു കുതിര. അത്രയും കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറ്റ സ്വഭാവം, അങ്ങനെ തന്നെ പറയാം. കടി തൊയ്. അതുപോലെ തന്നെ ഞങ്ങളൊരു 3-3.5 വയസ്സായപ്പോൾ ലാഡടിക്കാൻ നോക്കുമ്പോൾ ലാഡടിക്കാൻ കുതിര സമ്മതിക്കില്ല. ലാഡടിച്ച പയ്യൻ്റെ മുന്നത്തെ 3 പല്ല് ചവിട്ടി തെറിപ്പിച്ചു ആൾ. ഞാൻ മാത്രമേ ഇതുവരെ ഇതിന്മേൽ കയറിയിട്ടുള്ളൂ. ആൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആൾ വാമാവണനുസരിച്ച് പവർ കൂടും, അങ്ങനെ പ്രത്യേകത ഉണ്ട്. അതുമാതിരി ആൾക്ക് കുറേ കാര്യം കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഇന്നല്ലാതെ ആരും കയറ്റില്ല പുറത്ത്. പിന്നെ ആളെ വണ്ടി ഉണ്ട്, ഒരു റെഡ് വണ്ടി, ആ വണ്ടിയിൽ ആൾ കയറും. ഞങ്ങളൊരു പ്രാവശ്യം വയനാട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് 4 കുതിര പെടുന്ന് പോയപ്പോൾ 4 വണ്ടിയാണ് പോയത്. അപ്പോൾ ആളെ ഞങ്ങൾ വേറെ വണ്ടി കയറ്റി, ഒരു ബൊലോറിൻ്റെ പിക്കപ്പിൽ സെറ്റ് ചെയ്തിട്ട് ആ വണ്ടിൻ്റെ ബോഡി ചവിട്ടി പൊളിച്ചും ചെയ്തു. വണ്ടിൻ്റെ ക്യാബിൻ്റെ മേലെ കയറിയിരുന്നു ആൾ. എന്നിട്ട് തിരിച്ച് അവൻ്റെ വണ്ടി മാറ്റി കയറിയിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 5 റേസ് പങ്കെടുത്തു. 5 റേസിലും ആൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ശരിക്ക് നമ്മളെ പശു ആടിന് കൊടുക്കുന്ന മാതിരത്തെ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. ഇവർക്ക് അത്യാവശ്യം എല്ലാ വിറ്റാമിനും കാൽസ്യവും എല്ലാം അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 ഞങ്ങൾക്ക് ഒന്ന് കറങ്ങി വരണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം നടന്നു വരാം. വാ വാ വാ. തിക്കട്ടും ഇരമ്പും കാറ്റും പറക്കുട്ടി വരും തോറ്റം പോലെ. ഫോറസ്റ്റിൻ്റെ നിയമപ്രകാരം എത്ര 3 കിലോമീറ്റർ നടത്തണം എന്നൊക്കെയാണ്. ഞങ്ങൾ 1-1.5-2 കിലോമീറ്റർ നടക്കും. ചിലപ്പോൾ ഞങ്ങൾ കൂട്ടും. ഒരു 10 കിലോമീറ്ററൊക്കെ നടന്ന ദിവസങ്ങളുണ്ട്. ഡെയിലി 2 കിലോമീറ്റർ എന്തായാലും നടക്കും. അപ്പോൾ ഇതോളം സ്ഥിരം കോട്ടയാണ്. ഇത് കിട്ടണം പുറത്തിറങ്ങിയാൽ. ഇനി തിരിച്ച് നടക്കുമ്പോൾ 2 ചോക്കോബാർ. ചോക്കോബാറിൻ്റെ ശീലം ഉണ്ടാക്കിയതാണ്. അത് നമ്മളെ പൈനാപ്പിൾ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ ആൾ കീശിയിട്ട് പോരും. അങ്ങനെ ആ ഒരു വളവെത്തുമ്പോൾ ആൾ കീശിന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ പിന്നെ എന്തായി, ആ വളവെത്തുമ്പോൾ ആൾ നിൽക്കും. കാടേ കാടേ കാണാമേടേ മാടേ കൂടേ. എന്താ ഇവനെ ഈ പണിക്ക് വിടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? മെയിനായിട്ടുള്ള കാരണം ഒന്ന്, ഇതിൻ്റെ ചട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്. പണിക്കൂടെയാണ് ഞാൻ തന്നെ പോകണല്ലോ. പണി എന്ന് പറഞ്ഞാൽ പൈസക്കല്ല, ആന പണിക്ക് പോകേണ്ടത് നല്ലതാണ് ആനൻ്റെ ശരീരത്തിന്. അതായത് പണ്ട് പണിക്ക് പോയ ആനകളാണ് ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ നിൽക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ തന്നെ പോകണല്ലോ എല്ലാത്തിനും, അല്ലാതെ ഒരാൾ ഇതാക്കിയിട്ട് പോവല്ലോ. അതാണ് പണിക്ക്. അതായത് ഞങ്ങൾ അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മരത്തടിയൊക്കെ കൊടുത്തിട്ടിട്ട് വെറുതെ വലിപ്പിക്കും ആനെ കൊണ്ട്. ഏത് ആ ശരീരം ഒന്ന് ഇളകാൻ അയച്ചു വിട്ട് ഇങ്ങനെ ഇതുപോലെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പറമ്പൊക്കെ കയറി മേഞ്ഞ് നടക്കുക. അതിൻ്റെ ആ കാര്യം എന്താ വെച്ചാൽ ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള തീറ്റൊക്കെ നിർത്തും. പട്ടൊന്നും തിന്നൂല. കാരണം ആൾ പിന്നെ ഇതിന് പ്രിപ്പയറായി നിൽക്കുകയാണ്, ഇത് പോണം എന്നുള്ളത്. ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്ക് ചട്ടടിക്കേണ്ട താല്പര്യമില്ല. ഏത് കൂടെ നടന്ന് കയറിപ്പോ അങ്ങോട്ട് ഒരു സംഗതി കുറേ പറയേണ്ടത് ആനക്ക് ഈ ചട്ടഭാഷയിൽ പറയേണ്ട ആനക്ക് ഇഷ്ടമില്ല. അപ്പോൾ ആന വേം മീശ വിരിക്കും. അത് നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് കയറിപ്പോ അതൊക്കെയാണ് ആൾക്ക് ഇഷ്ടപ്പെടാത്തത്. പെറ്റ്സിനെ വളർത്തുന്നവരോട് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ റീൽസ് കണ്ടിട്ട് പെറ്റ്സ് വളർത്താൻ ഇറങ്ങിക്കണം. അതായത് അതുകൊണ്ടാണ് കുറേ ഡോഗുകൾ, എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു 10-14 അഡോപ്ഷൻ കേസ് വരും. ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നോക്കാൻ വയ്യ, ഇതാക്കാൻ വയ്യ. പിന്നെ ഇതാരും ഏറ്റെടുക്കാതാവുമ്പോഴാണ് ഇവർ റോട്ടിൽ ഉപേക്ഷിക്കലും അതും ഇതൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു സംഭവം, ഒരു പൂച്ചയാണെങ്കിൽ പോലും അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നോക്കാൻ അതിന് കുറച്ച് സമയം മാറ്റി വെക്കാനുണ്ടെങ്കിൽ മാത്രം
ആൾക്കാർ ഈ പണിക്ക് നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ആന മുന്നോട്ട് വന്ന കണ്ടില്ലേ, നമ്മൾ പറഞ്ഞിട്ടല്ല. ആന പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കാലുമലാണ്, അതായത് 18 ഗിയറുണ്ടെന്നാണ് പറയല്. അതായത് ആനക്ക് പുറത്ത് കയറി കഴിഞ്ഞാൽ ബ്രേക്ക് ഇടത്തേക്ക് പോകാൻ, ലെഫ്റ്റ് അല്ല ഇടത്തും വലത്തും പോകാൻ, റിവേഴ്സ് പോകാൻ ഒക്കെ നമ്മളെ കാലുമലാണ് പിന്നെ പണി. അതായത് നമ്മൾ മരപ്പണിയൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് പുറത്ത് കയറി ഇരുന്നിട്ടാണല്ലോ നമ്മൾ പണിക്കുക. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. ഇത് ഓരോ രീതി പഠിപ്പിക്കേണ്ട ആനെ. അപ്പോൾ അത് ഇങ്ങനെ പറയപ്പെടല് 18-18.5 ഗിയർ ഉണ്ടെന്നൊക്കെയാണ് പറയൽ. അതിലൊരു പൗതിയിലൊക്കെ നമുക്കറിയാം, ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും. കാവേരി ഫാൻസിനോട് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒന്ന് വീട്ടിൽ തൽക്കാലം സന്ദർശനം നിർത്തി വെച്ചതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് ആന അത് മാത്രമല്ല, നമ്മൾ ആനയെ അവിടെ അയച്ചു വിടും. അതുപോലെ എല്ലാ മൃഗങ്ങളെയും നമ്മൾ അയച്ചു വിടും. ഡോഗ്സ് ഒരു 10-12 എന്തായാലും പുറത്തുണ്ടാവും. അപ്പോൾ ഇത് നമ്മളില്ലാത്ത നേരത്ത് കയറി വന്നാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളുള്ളപ്പോൾ ഞങ്ങൾ വിളിച്ച് വരുന്നവരൊക്കെ ഞങ്ങൾ കാണിക്കലുണ്ട്, സ്വീകരിക്കലുണ്ട്. നമ്മളില്ലാത്തപ്പോൾ വന്നുകാണ്ട് ഉള്ള സംഗതികളൊക്കെ ഇപ്പോൾ നിർത്തി വെച്ച് പറഞ്ഞാൽ അത് എല്ലാവരെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഈ കാവേരി എന്ന് പറഞ്ഞ ആന ഇത്ര വൈറലായി, ഇത്ര ഫാൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഇത് ഇതിൻ്റെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കി കാണണം, അല്ലെങ്കിൽ ഇതൊന്ന് പോയി കാണണം, അല്ലെങ്കിൽ ഓടിക്കാണണം എന്നൊക്കെയുള്ള കുറേ ആഗ്രഹക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പുറമക്കാരൊക്കെ നമ്മളില്ലാത്ത നേരത്തൊക്കെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ തലയിലാവും.